വറഹ്മത്തുള്ളാ. നമ്മൾ ഈത്തപ്പഴം കൊണ്ട് ഒരു ചെറിയ വിഭവം ഉണ്ടാക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ സന്തോഷപൂർവ്വം കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. പല കുട്ടികളും ഈത്തപ്പഴം അങ്ങനെ തന്നെ കഴിക്കില്ല. അപ്പം ഈത്തപ്പഴത്തിൻ്റെ കുരുകൾ ഒക്കെ കളഞ്ഞ് ഞെട്ടുകളൊക്കെ കളഞ്ഞ് എടുത്തു വെക്കുക. 1 കിലോ ഈത്തപ്പഴമാണ്. അതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ് അത്യാവശ്യം തന്നെ ഉണ്ട്. അതേപോലെ ഉണക്കമുന്തിരി. ഇത് പ്രധാനമായിട്ടും വേണ്ടത് അവിലാണ് കേട്ടോ. അവിൽ, ഈ കാര്യങ്ങൾ, പിന്നെ ഏലക്കാപ്പൊടി. ആദ്യം നമ്മൾ അല്പം എന്താ പറയുക, നെയ്യ് ഇട്ടിട്ടാണ്. നെയ്യിൽ നമ്മൾ ആദ്യം ഇത് വറുത്തെടുക്കും. അണ്ടിപ്പരിപ്പ് ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നന്നായി കഴിക്കാൻ അവർ നല്ല സന്തോഷപൂർവ്വം കഴിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. നെയ്യ് നല്ല പശുവിൻ നെയ്യാണ് നല്ലത്. അത് ഉപയോഗിച്ച നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾ നെയ്യ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കും. ഇതുപോലെ ഒരു റെഡ് കളറിലേക്ക് യെല്ലോ കളറിലേക്ക് വരുന്നുണ്ട്. കൂടുതൽ കരിഞ്ഞു പോകണ്ട, ഒരു പാകത്തിന്. ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമ്മൾ ഉണക്കമുന്തിരി അതിലേക്കിട്ട് വറുക്കുകയാണ്. ഉണക്കമുന്തിരി അത്യാവശ്യം ഒന്ന് വീർത്ത് വരുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. മുന്തിരി അത്യാവശ്യം നല്ല രൂപത്തിൽ എന്താണ് വീർത്ത് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, തീ കുറച്ചിട്ട് എടുത്തു വെച്ച അവിൽ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. 2-3 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ നല്ല മുരുമുരാന്ന്. ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിലാണ്. നന്നായിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടും. കുട്ടികൾ വെറും ഈത്തപ്പഴം കഴിക്കില്ല. അപ്പോൾ അവർക്ക് ഈ രൂപത്തിലാക്കി കൊടുത്താൽ അവരെന്താവും, നല്ല രൂപത്തിൽ കഴിക്കും. ഇതിലേക്ക് നമ്മളിപ്പോൾ അടുത്ത് ചേർക്കുന്നത് പിന്നെ നിലക്കടല നല്ല വറുത്ത അടിപൊളി നിലക്കടല ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്കൊരല്പം ഏലക്കാപ്പൊടി, നല്ല സ്മെല്ലൊക്കെ കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യാം, മുരിഞ്ഞ ഈ എല്ലാ സാധനം എന്ത് ചെയ്യുക, ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഈത്തപ്പഴം നന്നായി വേവിച്ചെടുക്കണം നെയ്യ് കേട്ടോ. നല്ല നെയ്യ്, പശുവിൻ നെയ്യ് എന്ത് ചെയ്യുക, ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റാണ്. അത് ചൂടായതിനു ശേഷം ഉരി പോക്കി അതിനെ നെട്ടൊക്കെ പോക്കി സെറ്റാക്കി വെച്ച ഈത്തപ്പഴം, 1 കിലോ ഈത്തപ്പഴമാണ്. അതെന്ത് ചെയ്യുക, ചൂടായ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. ഈത്തപ്പഴം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. നെയ്യിലിട്ട് മിക്സ് ചെയ്ത് ഉടച്ച് സെറ്റാക്കി നന്നായിട്ട് എന്തെങ്കിലും മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിലിപ്പം നമുക്ക് പ്രത്യേക ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല നാച്ചുറൽ ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ നന്നായിട്ടുണ്ടാകും. നല്ല വഴവഴാന്ന് ഇരിക്കണം. അലുവ പോലെ നെയ്യ് നന്നായിട്ട് പെട്ടെന്ന് ഇത് വെന്ത് വരും. അല്പനേരം ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ പോകുന്ന സമയത്ത് സ്നാക്സ് അതിന് ഇതെന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. കുട്ടികൾ നന്നായിട്ട് ആഹ്ലാദപൂർവ്വം കഴിക്കും. അല്ലാതെ നമ്മൾ കേവലം ഈത്തപ്പഴം കൊടുത്തു കഴിഞ്ഞാൽ പല കുട്ടികളും കഴിക്കുന്നില്ല. ഏകദേശം വെന്ത് വരുന്നുണ്ട്. നന്നായിട്ട് നല്ല എണ്ണ തെളിഞ്ഞ് വരും. പാത്രം ഇതായി ക്ലിയറായി വന്നിട്ടുണ്ട്. നെയ്യ് ഈത്തപ്പഴത്തിൽ നിന്ന് വേർപിരിഞ്ഞ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഈ മിക്സ്, അവിൽ, കാഷ്നട്ട്, അതുപോലെ പിന്നെന്താണ് മുന്തിരി, നിലക്കടല എല്ലാം കൂടി എന്ത് ചെയ്യാം, ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം. ഇതേപോലെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വരിക. ഞാനൊരല്പം ഉപ്പിടലുണ്ട്, കൂടുതലിടണ്ട, കുറഞ്ഞ ഒരു ഉപ്പ്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഏകദേശം നമ്മുടെ അടിപൊളി വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്, റെഡി വരുന്നുണ്ട്. 1 മിനിറ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്താൽ ഓക്കെ. അടിയിൽ പിടിക്കാൻ പാടില്ല, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ കടലയും അവിലും നിലക്കടലയും എല്ലാം എന്ത് ചെയ്യണം, ഈ ഈത്തപ്പഴത്തിൽ മറിഞ്ഞു കിട്ടണം. പോലെ നല്ല എല്ലാ ഭാഗത്തും എല്ലാ കടികളും കിട്ടുന്ന രൂപത്തിൽ അവിലിൻ്റെ കടി എല്ലാം കിട്ടും. ഇനി നമ്മളിത് ഇറക്കി വെക്കാൻ പോവാണ്.
ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ രൂപത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കി മാറ്റാം. ഉരുട്ടാൻ പറ്റും, പരത്താൻ പറ്റും, പല കോലത്തിലാക്കാം. നമുക്കിഷ്ടപ്പെട്ട ഷേപ്പിലാക്കിയിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അല്പം തണുത്തതിന് ശേഷമാണ്, ഇപ്പോൾ നല്ല ചൂടാണ്. ശേഷം നമുക്ക് നല്ല അടപ്പുള്ള പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഓക്കേ.